ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഗണിതമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ ഗണിതത്തിലെ 2ാമത്തെ പാഠം, സെക്കൻഡ് ചാപ്റ്റർ കളിവീട്. അപ്പൊ എല്ലാ കൂട്ടരും ഫസ്റ്റത്തെ പാഠത്തിന്റെ ക്ലാസ് കണ്ടു കാണുമല്ലോ. ഒരു അവധിക്കാലത്തിലുള്ള പാഠത്തിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക. ചാപ്റ്റർ മാത്രമല്ല, അതിന്റെ യൂണിറ്റ് ടെസ്റ്റ് ക്ലാസ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ സബ്ജക്റ്റും നമ്മുടെ 2ാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താൽ നമ്മുടെ ക്ലാസ്സസ് തുടങ്ങാം. 2ാമത്തെ പാഠം കളിവീട്. അപ്പൊ നോക്കൂ, എന്താ കളിവീട്? നമ്മുടെ മലയാളത്തിലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സാവിത്രി കുട്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതേപോലെ അതിന്റെ തന്നെ തുടർച്ചയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്വപ്നത്തിലെ വീട്, എത്ര മനോഹരമായ വീട്, വരാന്തയും മുറ്റവും പിന്നെ കിടപ്പുമുറി, അടുക്കള, കുളിമുറി എല്ലാം ഉണ്ടല്ലോ. ആ വീട്ടിൽ ഒന്ന് കയറാം. സാവിത്രിക്കുട്ടി മുത്തച്ഛന്റെ വിളി കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. അപ്പൊ സാവിത്രിക്കുട്ടി എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മുടെ മലയാളത്തിൽ നമ്മൾ പഠിച്ച അതേ കഥാപാത്രം തന്നെയാണ്, സാവിത്രിക്കുട്ടി തന്നെയാണ് ഇവിടെയും. അപ്പൊ നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുരയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ സാവിത്രിക്കുട്ടി ആ കുട്ടിപ്പുരയെ കുറിച്ച് ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്. അപ്പോഴാണ് മുത്തശ്ശൻ വിളിച്ചത്. മുത്തശ്ശൻ വിളി കേട്ട് സാവിത്രിക്കുട്ടി എഴുന്നേറ്റു. അവിടെ നോക്കൂ, സ്വപ്നത്തിൽ കണ്ട വീട് നിർമ്മിക്കാൻ സാവിത്രിക്കുട്ടി തീരുമാനിച്ചു. സാവിത്രിക്കുട്ടി ഉണ്ടാക്കിയ കളിവീട് കണ്ടല്ലോ. അപ്പൊ സാവിത്രിക്കുട്ടി ഉണ്ടാക്കിയ കളിവീടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എണ്ണം എഴുതാം. ചിത്രത്തിൽ ചുവടെയുള്ള രൂപങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് എഴുതുക. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 3 രൂപമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് രൂപങ്ങൾ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ വരിക? ഇതുപോലെയുള്ള രൂപങ്ങളുള്ള ഒരു ചിത്രം തന്നിട്ട് അതിൽ രൂപങ്ങളുടെ എണ്ണം എഴുതാൻ ചോദിക്കാറുണ്ട്. എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് ഏതൊക്കെ രൂപങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഇത് ഏതാണ്? ചതുരമാണ്. ചതുരം. പിന്നെ ഇതോ ത്രികോണം. പിന്നെ ഇതെന്താ? വട്ടം അല്ലെങ്കിൽ വൃത്തം എന്നാണ് പറയുക. അപ്പൊ ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ നോക്കിയിട്ട് എണ്ണി നോക്കുക. ഈ രൂപങ്ങൾ എത്രണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി, ഓരോ രൂപങ്ങളും എത്രണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കി ഇവിടെ എഴുതുക. ഇവിടെ നോക്കൂ, ചതുരം എത്രണ്ണമാണുള്ളത്? 16. ത്രികോണം 2. പിന്നെയോ വൃത്തം 1 അല്ലേ? ഒരു വൃത്തമാണ് ചിത്രത്തിലുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ രൂപങ്ങളെ കുറിച്ചാണ് നമ്മുടെ സെക്കൻഡ് പാഠത്തിന്റെ തുടക്കത്തിൽ പഠിക്കുന്നത്. നിങ്ങളും ഒരു വീട് വരയ്ക്കൂ. ഞാൻ വരച്ച വീട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ഇതുപോലെയുള്ള രൂപങ്ങൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വീട് വരയ്ക്കേണ്ടത്. രൂപങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? വീട് വരയ്ക്കുക. ത്രികോണവും ചതുരവും വൃത്തവും ഒക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വീട് വരച്ച് നിറം കൊടുക്കുക. അടുത്തത്, കളിവണ്ടിക്ക് നിറം നൽകാം. സാവിത്രിക്കുട്ടിക്ക് വേലുച്ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത കളിവണ്ടിയാണിത്. ചന്തമുള്ളതാക്കണം. അപ്പൊ സാവിത്രിക്കുട്ടിക്ക് വേലുച്ചേട്ടൻ ഉണ്ടാക്കി കൊടുത്ത കളിവണ്ടിയാണ് ഇവിടെ കാണുന്നത്. ഈ കളിവണ്ടിക്ക് എന്ത് ചെയ്യുക? നിറം കൊടുക്കുക. ഓരോ രൂപത്തിന്റെയും നിറം കണ്ടില്ലേ? കളിവണ്ടിയിലെ ഈ രൂപങ്ങൾക്ക് ഇതേ നിറം നൽകൂ. അപ്പൊ കളിവണ്ടിയിൽ കണ്ടോ, ഇവിടെ നോക്കൂ, നമ്മുടെ ചതുരത്തിന് എന്താ നിറം? ഈ നിറമാണ്. പിന്നെ അതുപോലെ നമ്മുടെ ത്രികോണത്തിനും വൃത്തത്തിനും നിറം കണ്ടില്ലേ? ഇതേ നിറം വേണം ഈ ചിത്രത്തിനും കൊടുക്കാൻ. ഇതിലെ ചതുരങ്ങൾക്ക് ഈ നിറം കൊടുക്കുക. നമ്മുടെ ത്രികോണത്തിന് ഈ നിറം നീല കളർ കൊടുക്കുക. അതേപോലെ വൃത്തത്തിന് പച്ച കളർ കൊടുക്കുക. കളിവണ്ടിയിലെ ഈ രൂപങ്ങൾക്ക് ഇതേ നിറം നൽകൂ. മാതൃക നോക്കി തുടർന്ന് വരയ്ക്കൂ. ഇവിടെ ഒരു പാറ്റേൺ വരയ്ക്കാൻ തന്നിരിക്കുകയാണ്. ആ പാറ്റേൺ നമ്മൾ ചിത്രങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന ഈ പാറ്റേൺ ബാക്കി ഭാഗം വരയ്ക്കാനാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കുക, ആദ്യത്തെ എങ്ങനെയാ? ചതുരം ത്രികോണം ചതുരം ത്രികോണം ചതുരം ത്രികോണം ചതുരം. അപ്പൊ അടുത്ത എന്താ വരിക? ത്രികോണം അല്ലെ? അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അടുത്തത് എങ്ങനെയാ? അടുത്ത പാറ്റേൺ എങ്ങനെയാണ്? ത്രികോണം വൃത്തം ത്രികോണം വൃത്തം. അപ്പൊ അടുത്ത എന്തായിരിക്കും വരിക? വീണ്ടും ത്രികോണം വൃത്തം ത്രികോണം വൃത്തം. അങ്ങനെയാണ് വരിക ഇവിടുത്തെ പാറ്റേൺ. അടുത്തതില് 3 രൂപങ്ങളും ഉണ്ട്. ചതുരം ത്രികോണം വൃത്തം ചതുരം ത്രികോണം വൃത്തം. അപ്പൊ അടുത്ത എങ്ങനെ വരും? ചതുരം ത്രികോണം വൃത്തം അല്ലെ? ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അടുത്തത്, വീട് പൂർത്തിയാക്കൂ. വീടിന്റെ പകുതി ഭാഗം വരച്ചു ചേർത്ത് വീട് പൂർത്തിയാക്കണം. നിറം നൽകി ഭംഗിയാക്കുമല്ലോ. ഇവിടെ ഈ വീടിന്റെ പകുതിയാണ് വരച്ചിരിക്കുന്നത്. ബാക്കി പകുതി ഭാഗം നമ്മൾ എന്ത് ചെയ്യുക? കുത്തുകളിലൂടെ വരച്ച് ജോയിൻ ചെയ്ത് നിറം കൊടുക്കുക. ഈ വീടിന് എന്ത് ചെയ്യണം? നിറം കൊടുക്കുക. അതുപോലെ വരച്ച് ജോയിൻ ചെയ്ത ശേഷം നിറം കൊടുക്കുക. മറിഞ്ഞിരിക്കുന്നത് എന്ത്? സംഖ്യകൾ ക്രമത്തിൽ എഴുതൂ. ഇവിടെ സംഖ്യകളെ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് നോക്കാം. 12. ഏതൊക്കെ സംഖ്യകൾ? 12, 14, 16, 18. ഇവിടെ സംഖ്യകളുടെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ എല്ലാം തന്നെ 12 കഴിഞ്ഞിട്ട് അടുത്ത വന്നിരിക്കുന്നത് 14 ആണ് അല്ലെ? 12 കഴിഞ്ഞാൽ 14. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 2 പ്ലസ് ചെയ്തിരിക്കുന്നത്. 2 കൂട്ടിയിരിക്കുന്നത്. 12ന്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 2 പ്ലസ് ചെയ്യുമ്പോൾ 2 കൂട്ടുമ്പോഴാണ് 14 കിട്ടുക. 14ന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്തു? 2 എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. 14ന്റെ കൂടെ വീണ്ടും 2 പ്ലസ് ചെയ്തപ്പോഴാണ് 16 കിട്ടുന്നത്. 16 വീണ്ടും 2 കൂട്ടുമ്പോഴാണ് 18. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ
രണ്ട് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 എന്ന സംഖ്യ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂട്ടി 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 എഴുതേണ്ടത്. അപ്പൊ 18 അടുത്ത ഉത്തരം കിട്ടാൻ 18ന്റെ കൂടെ ഇവിടെ എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും ഒരു 2 പ്ലസ് ചെയ്യുക, 2 കൂട്ടുക, 2 പ്ലസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഉത്തരം കിട്ടും. എത്രയാണ് ആൻസർ? 20 20 അല്ലെ. 20ന്റെ കൂടെ വീണ്ടും 2 കൂട്ടുമ്പോൾ 22, പിന്നെ 24, 26, 28, 30, 32, 34. ഈ സംഖ്യകൾ ക്രമത്തിൽ വരച്ച് യോജിപ്പിച്ച് മറിഞ്ഞിരിക്കുന്നത് കണ്ടെത്താം. ഇവിടെ കുറച്ച് സംഖ്യകൾ കണ്ടില്ലേ. അപ്പൊ ഇതേ സംഖ്യകളെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ക്രമത്തിൽ വരച്ച് യോജിപ്പിക്കുക. ആദ്യം 12 തുടങ്ങുക, 12 തുടങ്ങിയിട്ട് പിന്നെ എന്ത് ചെയ്യുക, 14, 16, 18, 20 അങ്ങനെ വരച്ച് യോജിച്ച് അവസാനം 34 എത്തുന്നവരെ വരയ്ക്കുക. 34 കണ്ടോ, ഇതുവരെ വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, വീടിന്റെ ഒരു രൂപം കിട്ടും അല്ലെ. എന്റെ കടലാസ് വീട്, കടലാസ് കൊണ്ട് വീട് നിർമ്മിച്ച് നിറം നൽകി ഭംഗിയാക്കും. അപ്പൊ കടലാസ് കൊണ്ട് വീട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തരും എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ വീടുണ്ടാക്കി, കടലാസ് കൊണ്ട് വീടുണ്ടാക്കി ഇവിടെ ഒട്ടിക്കാനാണ് പറയണത്. നെക്സ്റ്റ് വീട് നിർമ്മാണം. വേലുച്ചേട്ടന് വീടില്ല, വീടുണ്ടാക്കാൻ നമുക്ക് സഹായിക്കാം. അപ്പൊ സാവിത്രിക്കുട്ടി കൂട്ടുകാരിയുടെ അടുത്ത് പറയാണ് കേട്ടോ, വേലുച്ചേട്ടന് വീടില്ല, വീടുണ്ടാക്കാൻ നമുക്ക് സഹായിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. കൂട്ടുകാരി എന്താ പറഞ്ഞ, കൂട്ടുകാരിൽ നിന്ന് നമുക്ക് സഹായം തരാം. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് സഹായം ചോദിക്കാന്ന് പറയുകയാണ്. അങ്ങനെ സുനിൽ നൽകിയത്, സുനിൽ പറഞ്ഞ ഒരു ഫ്രണ്ട് സുനിൽ നൽകിയത് എത്രയാ, 7 10 രൂപ. 7 10 രൂപയുണ്ട്, 10 രൂപയുടെ നോട്ടാണ്, 7 ഉണ്ട്. പിന്നെയോ 5 രൂപയുടെ നാണയങ്ങളുമാണ് ഉള്ളത്. 7 10 നമ്മൾ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് 2 10 പറഞ്ഞാൽ 20, 3 10 30, 4 10 40 എന്നൊക്കെ പഠിച്ചതല്ലേ. അപ്പൊ 7 10 എന്ന് പറഞ്ഞാൽ എത്രയാ, 70 രൂപയാണ്. 7 10കൾ ചേർന്നാൽ 70 രൂപ. 5 1 രൂപ, 1 രൂപയുടെ നാണയമാണ്. അപ്പൊ 5 1 രൂപ ചേർന്നാൽ 5 രൂപ. അപ്പൊ 70ഉം 5ഉം കൂടെ കൂട്ടിയാൽ എത്രയാ, 70 + 5 എന്താ, എത്ര ഉത്തരം എന്താ, 75. സുനിലും കൂട്ടുകാരും നൽകിയത് പട്ടികയിലുണ്ട്, ഓരോരുത്തരും നൽകിയ രൂപ പട്ടികയിൽ എഴുതൂ. പേര്, ഇവിടെ കുട്ടികൾ ആരൊക്കെയാണ് പൈസ രൂപ കൊടുത്തത്, അവരുടെ പേര്, അവർ 10 രൂപ നോട്ടുകൾ എത്ര കൊടുത്തു, 1 രൂപ നാണയങ്ങൾ എത്ര കൊടുത്തു, ആകെ എത്ര രൂപയാണ് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ സുനിൽ കൊടുത്തതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ എത്ര നോട്ടുകൾ ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ട് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എത്ര ഉണ്ട്, 1 2 3 4 5 6 7 അപ്പൊ ഇവിടെ 7 എന്ന് എഴുതി. എത്ര നാണയങ്ങളാണ്, 1 രൂപ നാണയം 1 2 3 4 5. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, 5 എന്ന് എഴുതുക. അപ്പൊ എളുപ്പമല്ലേ, ഇവിടെ നോക്കി എണ്ണി നോക്കിയിട്ട് ആ നമ്പർ ആണ് ഇവിടെ എഴുതുക, ആ സംഖ്യകൾ ഈ കോളത്തിൽ എഴുതുക. ഈ 2 സംഖ്യകളെയും ചേർത്ത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. അതായത് 7 10 എന്ന് വെച്ചാൽ 70 രൂപയും 5 രൂപയും കൂടെ കൂട്ടിയാൽ ഉത്തരം എന്താണ്, 75. അപ്പൊ അതേപോലെ ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. സാബു എത്ര 10 രൂപയാണ്, 4. അപ്പൊ ഇവിടെ 4 എഴുതി. എത്ര 1 രൂപ, 8. അപ്പൊ ഉത്തരം എന്താ, 48. ആയിഷ 5 രൂപ അല്ലെ, 5 10 രൂപയാണ് കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യുക, ഇവിടെ എണ്ണി നോക്കി 5 എന്ന് എഴുതി. അതുപോലെ എത്ര രൂപയാണ്, 2. അപ്പൊ 52. അതേപോലെ ഫാത്തിമ 81 രൂപ കൊടുത്തു, റീന 60 രൂപ കൊടുത്തു. 1 രൂപയൊന്നും ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 0 ഇടണം. അതായത് 6 മാത്രം എഴുതിയ ഉത്തരം തെറ്റാണ്. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, 0 ഇടുക, 0 ഇടുക. അപ്പൊ 60. ബാബു 96 കൊടുത്തു. ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആര്, അതായത് ഇവിടെ ആരാണ് ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ തുക നൽകിയത് ആര്, ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ ഉത്തരവായി. ഏറ്റവും വലിയ സംഖ്യ ഏതാ ഇതില്, നമ്മുടെ 96 ആണ് അല്ലെ ഏറ്റവും വലിയ സംഖ്യ. അപ്പൊ ആരാ കൊടുത്തതാരാ, ബാബു. ഉത്തരം എന്താണ്, ബാബു. അടുത്തത് രശീതി നൽകാം. സുനിലിനും കൂട്ടുകാർക്കും രശീതി നൽകണം. മാതൃക പോലെ മറ്റു രശീതികൾ എഴുതൂ. അതായത് നമ്മൾ കാശ് കൊടുക്കുമ്പോൾ നമുക്കൊരു രശീതി കിട്ടും അല്ലെ. രശീതി പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്തതിന് ഇത്ര രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ലിപ്പ് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ സുനിലിന്റെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്പർ 56, പേര് സുനിൽ, തുക 75 രൂപ. 75 രൂപന്റെ നമ്മൾ സംഖ്യയും എഴുതണം, അതേപോലെ തന്നെ അതിന്റെ പേരും എഴുതണം. കണ്ടോ, അതിന്റെ ആ സംഖ്യയുടെ പേര് 75 എന്ന് വാക്കിലും എഴുതണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, അടുത്ത ആളുടെ അതേപോലെ ബാക്കി കുട്ടികൾ നമ്മൾ ഇവിടെ എഴുതിയില്ലേ, സുനിലിന്റെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ സാബുവിന്റെയും ആയിഷിന്റെയും ഫാത്തിമന്റെയും റീനന്റെയും ബാബുവിന്റെയാണ് എഴുതാനാണ് ഇവിടെ ബാക്കിയുള്ള 5 എണ്ണം തന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തതുപോലെ ഓരോ നമ്പർ തുടർച്ചയുള്ള നമ്പറുകൾ എഴുതും. ഇവിടെ 56 ഉണ്ട്. അപ്പൊ അടുത്ത നമ്പർ 57, 58, 59 അങ്ങനെ എഴുതണം. അതിൽ പേരെഴുതുക, തുക എത്രയാണെന്ന് എഴുതുക. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, എല്ലാവരും എഴുതിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമ്പറും എഴുതണം. 56, 57, 58, 59, 60, 61. അപ്പൊ പേര് സാബു 48 രൂപ, 48. ആയിഷ 52, അതുപോലെ 52 രൂപ. അടുത്തത് ആരാ, എന്താണ്, അതുപോലെ അടുത്ത ഫാത്തിമ 81, റീന 60, ബാബു 96. കണ്ടോ, ഇതുപോലെ ആ സംഖ്യകളുടെ പേരും എഴുതുക. ഓക്കെ, അടുത്തത് മറ്റു സംഭാവനകൾ. ആയിഷ 43 രൂപ നൽകി. അതിൽ നോട്ടുകളും നാണയങ്ങളും ഉണ്ടായിരുന്നു. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും ആയിഷ കൊടുത്തിരിക്കും, അവയ്ക്ക് മാത്രം ടിക്ക് ഇടുക. അപ്പൊ 43 രൂപ, ഇവിടെ കുറച്ച് 10 രൂപയുടെ നോട്ടുകളും 20 രൂപയുടെ നോട്ടും 5 രൂപയുടെ നോട്ടും അതുപോലെ തന്നെ എന്താണ് 1 രൂപയുടെ നാണയങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ ചേർന്നാലാണ് 43 രൂപയാകുക, അത് മാത്രം ടിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 3 10 രൂപ, 3 10 നമുക്കറിയാം, 3 10 30 രൂപയാണെന്ന് അറിയാം അല്ലെ. 3 10 രൂപ നോട്ടും 2
5 രൂപയുടെ നോട്ട് എടുക്കാം. അപ്പൊ 40 രൂപ. പിന്നെ വേറെ 3 കോയിൻസ്, 3 നാണയങ്ങൾ എടുത്താൽ 43 ആയി. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? 20 രൂപയുടെ 2 നോട്ട് എടുക്കാം അല്ലെ? 20 രൂപയുടെ നോട്ട് എടുക്കാം. 20 രൂപയുടെ 2 നോട്ട് എടുക്കാം. ഈ 2 നോട്ടുകൾ, 2 20 രൂപയുടെ നോട്ട് എടുത്തു. അപ്പൊ എത്രയായി? 40 ആയി. പിന്നെ 3 1 രൂപയുടെ കോയിൻസ്, 3 1 രൂപയുടെ കോയിൻസ് എടുത്തു. അങ്ങനെയും നമുക്ക് 43 ആവും. അപ്പൊ പല രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് 43 ആക്കാം അല്ലെ? അല്ലെങ്കിൽ എന്താന്നാ പറഞ്ഞത് നമ്മൾ? അല്ലെങ്കിൽ 10 രൂപയുടെ നോട്ടുകൾ വെച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് 5 രൂപ നോട്ടുകൾ വെച്ച് ചെയ്യാം. അപ്പൊ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് 43 ആക്കാം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് 43 എടുത്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് നമ്മൾ ടിക്ക് കൊടുത്ത് നോക്കിയേ? 3 10 രൂപ നോട്ട് എടുത്തു. പിന്നെ 2 5 രൂപ നോട്ടും 3 കോയിൻസും ആണ് എടുത്തത്. അപ്പൊ 43 രൂപ കിട്ടി. ഓക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് 43 രൂപ നോട്ടുകൾ എടുക്കുന്നത്? അതെന്ത് ചെയ്യുക? ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നൽകിയ നോട്ടുകളും നാണയങ്ങളും നോക്കും. അപ്പൊ ആദ്യം കൊടുത്ത നോട്ടുകളും നാണയങ്ങളും അവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് 10 രൂപ, 20 രൂപ, 5 രൂപ, 2 രൂപ. ആദ്യം എത്ര രൂപയാണ് നൽകിയത് എന്ന് വെച്ചാൽ 10ഉം 20ഉം 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ ഉത്തരം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ എല്ലാവർക്കും അറിയില്ലേ? ആദ്യം 10ഉം 20ഉം കൂടെ കൂട്ടുക. ഉത്തരം എന്താ കിട്ടുക? 30 കിട്ടും. 30ന്റെ കൂടെ 5 കൂട്ടിയാൽ ഉത്തരം എന്താണ്? 35. 35ന്റെ കൂടെ 2 കൂട്ടിക്കേ. ഉത്തരം എന്ത് കിട്ടി? 37. നെക്സ്റ്റ്, നോട്ടുകളാക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നന്നായി പഠിച്ചു വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എന്താണ് ഇത്? എന്താ ചെയ്യാനാ പറയുന്നത്? ആകെ 25 രൂപ നാണയങ്ങൾ കിട്ടി. 25 1 രൂപ നാണയങ്ങൾ കിട്ടി. ഇതിനെ നോട്ടുകളാക്കി മാറ്റണം. ഏതൊക്കെ നോട്ടുകളാകാം? ചുവടെയുള്ള കളങ്ങളിൽ എഴുതും. ഇവിടെ നോട്ടുകൾ ഏതൊക്കെയുള്ളത്? 20 രൂപ, 10 രൂപ, 5 രൂപ. അപ്പൊ നമുക്ക് ഏതൊക്കെ നോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ, വ്യത്യസ്ത രീതിയിൽ ഏതൊക്കെ നോട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ 25 രൂപയാവുന്നതാണ് ചോദ്യം. ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്, ഒരു 20 രൂപ, ഒരു 5 രൂപ. അപ്പൊ 20ഉം 5 രൂപയും കൂടെ എടുത്ത് എന്താ? ഒരു 20 രൂപ നോട്ടും ഒരു 5 രൂപ നോട്ടും. ഉത്തരം 25 കിട്ടിയില്ലേ? ഇനി എങ്ങനെ ചെയ്യാം നമുക്ക്? 2 10 രൂപ നോട്ടും 2 10 രൂപയും ഒരു 5 രൂപയാണ് എടുക്കുന്നത്. അങ്ങനെയും എന്ത് കിട്ടും? 2 10 രൂപയും ഒരു 5 രൂപയും എടുത്തു കഴിഞ്ഞാലും എന്താ? 25 രൂപ കിട്ടും. അല്ലെങ്കിൽ 5 രൂപ നോട്ടാണ് നമ്മൾ എടുക്കുന്നത്. 5 രൂപ നോട്ട് എടുത്താലും 25 കിട്ടും. അല്ലെങ്കിൽ ഒരു 10 രൂപയും 3 5 രൂപ നോട്ട് എടുത്താലും എന്താ ഉത്തരം കിട്ടുക? 25 കിട്ടും. കണ്ടില്ല? അങ്ങനെ വ്യത്യസ്ത രീതിയിൽ 25 രൂപയെ ഏതൊക്കെ നോട്ടുകളാക്കി മാറ്റാം എന്നാണ് ഇവിടെ ചോദ്യം. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നിറം നൽകുക. വീടിന് നിറം നൽകി ഭംഗിയാക്കുക. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രവർത്തനമാണ് നിറം കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ഈ ചിത്രത്തിൽ നല്ല കളർഫുൾ ആയിട്ട് നല്ല നല്ല നിറങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കുക. അടുത്തത് കളിവീട്. സാവിത്രിക്കുട്ടി കളിവീട് ഉണ്ടാക്കാൻ കൊണ്ടുവന്ന തീപ്പെട്ടി കൂടുകൾ നോക്കൂ. അപ്പൊ നമ്മൾ തീപ്പെട്ടി കൂടുകളൊക്കെ വെച്ച് വീടുണ്ടാക്കില്ലേ? കളിവീടുകളൊക്കെ ഉണ്ടാക്കി നോക്കില്ലേ? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതുപോലെ? നമ്മുടെ സാവിത്രിക്കുട്ടി തീപ്പെട്ടി കൂടുകൾ, അതായത് നമ്മൾ തീപ്പെട്ടിയുടെ ആ ബോക്സ് ഉപയോഗിച്ച് കളിവീട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചിത്രത്തിൽ ഒരു വരിയിൽ എത്ര തീപ്പെട്ടി കൂടുകൾ ഉണ്ട്? ഒരു വരിയിൽ എത്ര എണ്ണമാണ് ഉള്ളത്? 5 എണ്ണം. എന്ന് വെച്ചാൽ ഇങ്ങനെ. ഓക്കെ, എങ്ങനെ എണ്ണി നോക്കിയാലും എന്താ കിട്ടുന്നത്? 5 എണ്ണമാണ് അല്ലെ? 1 2 3 1 2 3 4 5. ഇങ്ങനെയാണെങ്കിലോ 1 2 3 4 5. 2 വരിയിലും കൂടി എത്ര തീപ്പെട്ടി കൂടുകൾ ഉണ്ട്? 2 വരികൾ എണ്ണി നോക്കിക്കേ. ഇതുപോലെ 2 വരികൾ എണ്ണി നോക്കൂ. ഉത്തരം എന്ത് കിട്ടി? 10. അതായത് ഒന്നിൽ 5 ആണെങ്കിൽ 2 പറഞ്ഞാൽ 2 5 കൂട്ടി നോക്കുക 10. അതല്ലെങ്കിൽ ഗുണിച്ചു നോക്കാം. ഗുണിച്ചു നോക്കണം, ഗുണന പട്ടിക അറിയണം. 2ഉം 5ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ? 10 കിട്ടും. 3 വരിയിലും കൂടിയോ? അപ്പൊ 3 വരി എണ്ണി നോക്കുക. 3 വരി കൂടെ 5 + 5 + 5. 5ഉം 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 കൂടെ കൂട്ടുമ്പോൾ 15 കിട്ടും. അല്ലെങ്കിൽ 3 × 5, 3 ഗുണിക്കണം 5 ചെയ്താലും 15 ആണ് ഉത്തരം. 5 വരിയിലും കൂടി ആകെ എത്ര തീപ്പെട്ടി കൂടുകൾ? അങ്ങനെയാണെങ്കിൽ 5 വരിയിലും കൂടി ആകെ എത്രയെന്ന് കാണാൻ എന്ത് ചെയ്യണം? 5 തവണ കൂട്ടണം അല്ലെ? 5 തവണ കൂട്ടിയാൽ ഉത്തരം എന്താ? 25. അതല്ലെങ്കിൽ 5ന്റെ ഗുണന പട്ടിക നോക്കിയാൽ മതി. 5 × 5 ഉത്തരം എന്താ? 25. ഇതുപോലെ 10 വരി വയ്ക്കാൻ എത്ര തീപ്പെട്ടി കൂടുകൾ വേണം? 10 വരിയാകുമ്പോൾ 5 10 തവണ കൂട്ടണം. ഉത്തരം എന്താ? 50. എങ്ങനെയാണ് കിട്ടുക? അപ്പൊ നമുക്ക് എളുപ്പം അങ്ങനെ കൂട്ടി നോക്കുന്നതാണോ അതോ ഗുണനം ചെയ്ത് നോക്കുന്നതാണോ? നിങ്ങൾക്ക് ഇതുപോലെ ഗുണന പട്ടികയൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഗുണന പട്ടിക 1 തൊട്ട് 5 വരെയൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ 5ന്റെ ഗുണന പട്ടിക നോക്കിയാൽ നമുക്ക് 5ന്റെ ഗുണന പട്ടിക അറിയുന്നവർക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റും. 5 10 തവണ എന്ന് പറയുന്ന സമയത്ത് 50 എന്ന് നമുക്ക് ഉത്തരം കിട്ടും അല്ലേ? അടുത്തത്, എത്ര തീപ്പെട്ടി കൂടുകൾ? സാവിത്രിക്കുട്ടിയും കൂട്ടുകാരും തീപ്പെട്ടി കൂടുകൾ കൊണ്ടുവന്ന് അടുക്കി വെച്ചത് നോക്കൂ. ആകെ എത്ര എണ്ണമുണ്ട്? ഇവിടെ ആകെ എത്ര തീപ്പെട്ടി കൂടുകളാണ് ഉള്ളത്? ഇതിനായി 10ന്റെ കൂട്ടങ്ങളാക്കി നോക്കിയാൽ ഇതിന് നമ്മൾ എല്ലാത്തിനും 10 10 എണ്ണം വെച്ച് ആക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ 10ന്റെ കൂട്ടങ്ങളാക്കി നോക്കിയാലോ? താഴത്തെ വരിയിലെ തീപ്പെട്ടി കൂടുകൾ, താഴത്തെ വരിയിലെ ഈ വരിയിൽ എത്ര തീപ്പെട്ടി കൂടുകളാണ് ഉള്ളത്?
10 ഉണ്ട് അല്ലെ. രണ്ടാമത്തെ വരിയിൽ, അതായത് ഈ വരിയിൽ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 എണ്ണമാണ് ഉള്ളത്. രണ്ടാമത്തെ വരി 10 ആക്കാൻ ഏറ്റവും മുകളിലെ ഒന്ന് ചേർക്കും. അതായത് ഈ ഒന്നിലെ ഈ ഒന്നിനെ എന്ത് ചെയ്തു? ഇവിടെ കൊണ്ടുവച്ചു. ഓക്കെ, അപ്പൊ മൂന്നാം വരിയിലെ എണ്ണം എത്രയാ? മൂന്നാം വരിയിലെ എണ്ണം എത്രയാ? 8. അതായത് ഈ വരിയിലാണ് ചോദിക്കുന്നത്. ഈ വരിയിൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം. ഇതിനെ 10 ആക്കാൻ മുകളിലെ 2 കൂടി ചേർക്കും. അപ്പൊ ഇതിനെ 10 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 എണ്ണം കൂടെ ചേർത്ത് ഇവിടെ വെക്കുക. അപ്പൊ ഇവിടെ 10 എണ്ണമായി അല്ലേ. ഈ രീതിയിൽ 10ന്റെ കൂട്ടങ്ങളാക്കിയാൽ 10ന്റെ എത്ര കൂട്ടങ്ങൾ ലഭിച്ചു? അങ്ങനെ എല്ലാം നമ്മൾ താഴത്തുനിന്ന് മേലേക്ക് എല്ലാം 10 10 10 10 എണ്ണം ആക്കി വെച്ചു. അങ്ങനെ 10ന്റെ എത്ര വരികളാണ് നമുക്ക് കിട്ടുന്നത്? എത്ര വരികൾ കിട്ടി? 5 വരികൾ 10 എണ്ണം അല്ലെ. ഇവിടെ ഒന്ന് 10, ഇവിടെ ഒരു 10, അടുത്ത വരി മൂന്നാമത്തെ വരി 10 ആയി, നാലാമത്തെ വരി 5 വരികൾ നമുക്ക് 10 കിട്ടി. ബാക്കിയുള്ളത് എത്ര തീപ്പെട്ടിയാണ് ബാക്കിയുള്ളത്? 5 തീപ്പെട്ടി ബാക്കിയുണ്ട്. ആകെ തീപ്പെട്ടി കൂടുകൾ എത്ര എണ്ണം ഉണ്ട്? ആകെ എത്ര തീപ്പെട്ടി കൂടുകളാണുള്ളത്? അത് 50ഉം 5ഉം 50ഉം 5ഉം 55. അപ്പൊ ഇവിടെ എത്ര കൂട്ടങ്ങൾ ലഭിക്കുമെന്ന് ചോദിച്ചാൽ ഇവിടെ 5ആണ് നമ്മൾ എഴുതുന്നത്. അതായത് 5 വരിയാണ് ഉദ്ദേശിക്കുന്നത്. വേണമെങ്കിൽ നമുക്കിവിടെ മൊത്തം 50 തീപ്പെട്ടി എന്ന് വെച്ചിട്ട് 50 എന്ന് എഴുതാം. 50 എഴുതിയാലും ശരിയാണ് ഉത്തരം. ബാക്കിയുള്ളത് 5 തീപ്പെട്ടികളാണ് ബാക്കിയുള്ളത് അല്ലെ. അപ്പൊ 50ഉം 5ഉം 55. ഓക്കെ, 50ഉം 5 50 എങ്ങനെ കിട്ടിയത്? ഇവിടെ 10 എണ്ണാണ്. ഒരു വരി എന്ന് പറയുന്നതിൽ 10 തീപ്പെട്ടികൾ ഉണ്ട്. അങ്ങനെ എത്ര വരി? 5 വരി. അപ്പൊ 5ഉം 10ഉം കൂടി ഗുണിച്ചു കഴിഞ്ഞ ഉത്തരം എന്താ? 50. ആകെ എത്ര? കളിവീടുണ്ടാക്കാൻ ആയിഷ 34 തീപ്പെട്ടിക്കൂടുകളും സാവിത്രിക്കുട്ടി 25 തീപ്പെട്ടിക്കൂടുകളും കൊണ്ടുവന്നു. രണ്ടുപേരും കൂടി ആകെ എത്ര തീപ്പെട്ടിക്കൂടുകൾ കൊണ്ടുവന്നു? അപ്പൊ ആകെ എത്ര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. പ്ലസ് ചെയ്ത് നോക്കണം. അപ്പൊ ആയിഷ കൊണ്ടുവന്നത് 34നെ നമ്മൾ എന്ത് ചെയ്തു? 30ഉം 4ഉം ആക്കി എഴുതുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇതിൽ എത്ര 10 ഉള്ളത്? 3 10 ഉണ്ട് അല്ലെ. 4 1ആണ്. അപ്പൊ 30ഉം 4ഉം 34. സാവിത്രിക്കുട്ടി 20ഉം 5ഉം 25ന് 20 5 നാക്കിയപ്പോ 25. അപ്പൊ ആകെ പറയുമ്പോ ഈ 30ഉം 20ഉം കൂടെ കൂട്ടി 50. 4ഉം 5ഉം കൂട്ടി 9. 34ഉം 20. അപ്പൊ ഈ 50ഉം 9ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഉത്തരം കിട്ടും? 59. പഴം വാങ്ങാം. പഴം വാങ്ങാനായി സാവിത്രിക്കുട്ടി 26 രൂപയും ആയിഷ 33 രൂപയും സൂരജിന്റെ കയ്യിൽ കൊടുത്തു. ആകെ എത്ര രൂപയാണ് സൂരജിന് കൊടുത്തത്? അപ്പൊ ഇവിടെ വീണ്ടും ആകെയാണ് കാണുന്നത്. ആകെ വെച്ചാൽ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം, ടോട്ടൽ കാണണം. അപ്പൊ ഇവിടെ 26 രൂപ എങ്ങനെ കൊടുത്തത്? 10 രൂപയും 1 രൂപയും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എത്ര 10 രൂപയുണ്ട്? 2 10. അപ്പൊ 2 10 പറഞ്ഞാൽ 20 രൂപ. എത്ര 1 രൂപയാ? 6 1 രൂപ. അടുത്ത് 33 രൂപ കൊടുത്തു. 33 രൂപ കൊടുത്ത ആരാ? ആയിഷ കൊടുത്തു. ഇവിടെ എത്ര 10? 3 10 എന്ന് വെച്ചാൽ 3 10 എന്ന് വെച്ചാൽ എത്രയാ? 30. എത്ര രൂപയുണ്ട്? 3. അപ്പൊ ആകെ പറയുമ്പോൾ 20ഉം 30ഉം കൂടെ കൂട്ടിയാൽ 50, 6ഉം 3ഉം കൂട്ടിയാൽ 9. അങ്ങനെ മൊത്തം 50ഉം 9ഉം കൂടെ കൂട്ടിയാൽ ആൻസർ എന്താ? 59. സൂരജ് 55 രൂപയ്ക്ക് പഴം വാങ്ങി. സൂരജിന്റെ കയ്യിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട്? ബാക്കി കാണാൻ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ബാക്കി കാണാൻ മൈനസ് ചെയ്യണം. 59 രൂപ മൊത്തം കൊടുത്തു. അതിൽ നിന്ന് 55 രൂപയ്ക്ക് പഴം വാങ്ങി. ബാക്കി എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്, കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കറിയില്ല, കുറയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ സൈഡിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. രണ്ടക്ക സംഖ്യകളാണെങ്കിൽ ഇങ്ങനെയാണ് മൈനസ് ചെയ്യുക, കുറയ്ക്കുക. ആദ്യം ഈ വശത്ത് നമ്മൾ ഇവിടെ മൈനസിന്റെ ചിഹ്നം ഇട്ടിരിക്കുന്നത് ഇവിടെയല്ലേ. അപ്പൊ ഈ വശത്ത് നിന്നാണ് കുറച്ച് തുടങ്ങുക. ആദ്യം 9ൽ നിന്ന് 5 കുറയ്ക്കുക. 9ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ ഉത്തരം എന്താ? 4 കിട്ടും അല്ലെ. 4 കിട്ടും. അപ്പൊ ഒട്ടും കുറയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്കാണ് നമ്മളിങ്ങനെ വര വരച്ച് കുറയ്ക്കുക അല്ലെ. 9 വര വരയ്ക്കുക. 3 4 5 6 7 8 9 വര വരച്ച് 5 ഇവിടെ 5 അല്ലേ കുറയ്ക്കേണ്ട. അപ്പൊ 5 വര വെട്ടുക. 1 2 3 4 5 വര വെട്ടി. ബാക്കി എത്ര വരയുണ്ട്? 4 വരയില്ലേ. അപ്പൊ അതാണ് ഉത്തരം 4. ഈ 5ന്ന് 5 കുറയ്ക്കുക. 5ന്ന് 5 കുറച്ചാൽ ഉത്തരം എന്താ വരിക? 0. ഇതുപോലെ വര വരച്ച് നോക്കുക. 5 വര വരച്ചിട്ട് 5 വരയും വെട്ടിക്കളഞ്ഞു. ബാക്കി എത്ര വരയുണ്ട്? ഒന്നുമില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താ? 0. ഇത് ഒട്ടും കുറയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്കാണ് ഇങ്ങനെ വര വരച്ച് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കുക, 59ൽ നിന്ന് 55 കുറച്ച് ഉത്തരം എന്ത് കിട്ടി? 0 4 വെച്ചാൽ ഉത്തരം 4ആണ്. 0 ഫസ്റ്റ് വന്നെങ്കിൽ അവിടെ എടുക്കേണ്ട കാര്യമില്ല. 0ന് ആവശ്യമില്ല. അപ്പൊ നമുക്ക് 4ആണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. ബാക്കി എത്ര രൂപയുണ്ട്? 4 രൂപ. അടുത്തത് ചിരട്ടകൾ എത്ര? കളിക്കാനായി സാവിത്രിക്കുട്ടിയും ആയിഷയും ചിരട്ടകൾ കൊണ്ടുവന്നു. സാവിത്രിക്കുട്ടി എത്ര കൊണ്ടുവന്നു? ഞാൻ 23 ചിരട്ട കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരി എന്താ പറയുന്നത്? ആയിഷ എന്താ പറയുന്നത്? എന്റെ കയ്യിൽ 14 ചിരട്ടയുണ്ട്. ആയിഷയുടെ കയ്യിൽ 14 ചിരട്ടയുണ്ട്. രണ്ടുപേരും കൂടി ആകെ എത്ര ചിരട്ടകൾ കൊണ്ടുവന്നു? അപ്പൊ ഇവിടെ എന്ത് കാണാനാ പറയുന്നത്? ആകെ കാണാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത് നമ്മള്? ആകെ കാണാൻ എന്ത് ചെയ്യണം? ആകെ എന്ന് കണ്ടാൽ അപ്പൊ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? കൂട്ടി നോക്കുക, പ്ലസ് ചെയ്ത് നോക്കുക. 23ഉം ഏതൊക്കെ തമ്മിലാണ് കൂട്ടി നോക്കുക? 23ഉം 14ഉം തമ്മിലാണ് കൂട്ടേണ്ടത്. 23ഉം 14ഉം കൂടെ കൂട്ടിയാൽ എങ്ങനെയാണ് 37 കിട്ടിയത്? നോക്കൂ, ഇവിടെ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൂട്ടേണ്ടത് കാണിച്ചിട്ടുണ്ട്. 23ഉം 14ഉം. അപ്പൊ ഇവിടെ നിന്നാണ് ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം? ഈ പ്ലസ് നമ്മൾ എവിടെയാണോ കൂട്ടാനുള്ള ചിഹ്നം ഇട്ടിരിക്കുന്നത്, പ്ലസ് ഇട്ടിരിക്കുന്നത്, അതിന്റെ അടുത്ത് നിന്നാണ് കൂട്ടി തുടങ്ങേണ്ടത്. ആദ്യം 3ഉം 4ഉം കൂട്ടി ഇവിടെ എഴുതുക. 7 എഴുതിയ ശേഷം മാത്രമേ അടുത്തുള്ളത് കൂട്ടാൻ പാടുള്ളൂ. 2ഉം 1ഉം കൂട്ടാൻ പാടുള്ളൂ. അതിനുശേഷം 2ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താ കിട്ടുക? 3. അപ്പൊ ഉത്തരം എന്താ? 37.
അടുത്തത് മണ്ണപ്പം ഉണ്ടാക്കാം. അവർ ചിരട്ട കൊണ്ട് മണ്ണപ്പം ഉണ്ടാക്കി. മത്സരിച്ചാണ് മണ്ണപ്പം ഉണ്ടാക്കിയത്. സാവിത്രിക്കുട്ടി 21 മണ്ണപ്പവും ആയിഷ 16 മണ്ണപ്പവും ഉണ്ടാക്കി. ആരാണ് കൂടുതൽ ഉണ്ടാക്കിയത്? അപ്പൊ ഇവര് മണ്ണപ്പം ചിരട്ട വെച്ച് മണ്ണപ്പം ഉണ്ടാക്കി കളിക്കുകയാണ്. മണ്ണപ്പം ഉണ്ടാക്കുന്നത് നോക്കി വളരെ രസകരമായിട്ട് ഇവർ ഉണ്ടാക്കുകയാണ് അല്ലെ. അപ്പൊ സാവിത്രിക്കുട്ടി എത്ര ഉണ്ടാക്കി? 21 മണ്ണപ്പം ഉണ്ടാക്കി. അതുപോലെ ആയിഷ എത്രയാണ് ഉണ്ടാക്കിയത്? 16 എണ്ണമാണ് ഉണ്ടാക്കിയത്. അപ്പൊ ആരാ കൂടുതൽ മണ്ണപ്പം ഉണ്ടാക്കി നോക്കൂ? 21 ആണോ 16 ആണോ? വലിയ സംഖ്യ ഏതാ? 21 അല്ലേ? 2 10 1 10 വലുത്? 2 10 അല്ലേ? അപ്പൊ സാവിത്രിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത്. അപ്പൊ ആരാണ് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ അവരുടെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. സാവിത്രിക്കുട്ടി എത്ര കൂടുതൽ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ആയിഷനെക്കാട്ടിലും എത്ര എണ്ണം കൂടുതൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാലും എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ മൈനസ് ആണ് ചെയ്തോ, കുറച്ചാണ് നോക്കേണ്ടത്. അതായത് 21 16 തമ്മിൽ കുറയ്ക്കുക. 21 16 കുറച്ചാൽ ഉത്തരം എന്താ കിട്ടുക? നോക്കൂ, 21 16 കുറയ്ക്കുക. എങ്ങനെയാ 21 16 കുറയ്ക്കുക? 1 6 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, 1 6 പോവില്ല. ഒന്നിന്ന് 6 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒന്ന് നമ്മൾ എന്ത് ചെയ്തു? കടം വാങ്ങി. അപ്പൊ 1 എന്താവും? 11 ആവും. 1 11 ആവും. 11ൽ നിന്നും 6 കുറയ്ക്കുക. 1 എന്താവുക? 11 ആവും. 11ൽ നിന്ന് 6 കുറയ്ക്കുന്നു. അതായത് ഈ 1 6 കുറയ്ക്കാൻ പറ്റും. അപ്പൊ 2 1 കടം വാങ്ങുന്നു. അപ്പൊ ഇവിടെ എന്തായി? 11. അപ്പൊ 2 1 ഇങ്ങോട്ട് കൊടുത്താൽ ബാക്കി ഇവിടെ 2 ഇല്ല. ബാക്കിയുള്ളത് എന്താ? 1 ആണ് ഉള്ളത് അല്ലെ. 11 6 കുറച്ചു. 11 6 കുറയ്ക്കുമ്പോൾ ഇവിടെ 5 ആയി. 1 1 കുറച്ചാൽ 0. അപ്പൊ ഉത്തരം എന്താ കിട്ടുക? 5 ആണ് അല്ലെ. 21 16 കുറച്ചാൽ ഉത്തരം 5 എന്ന് വെച്ചാൽ ആയിഷനെക്കാളും 5 മണ്ണപ്പമാണ് സാവിത്രിക്കുട്ടി കൂടുതൽ ഉണ്ടാക്കിയത്. അവർ രണ്ടുപേരും കൂടി എത്ര മണ്ണപ്പം ഉണ്ടാക്കി? എത്ര മണ്ണപ്പം രണ്ടാളും കൂടെ ഉണ്ടാക്കിയത് നോക്കൂ. 21 16 21 16 കൂടെ കൂട്ടി നോക്കിയാൽ ഉത്തരം എന്താ കിട്ടുക? 37. 37 ഉത്തരം കിട്ടിയില്ലേ? 1 6 കൂട്ടി നോക്കുമ്പോൾ 7 കിട്ടും. 2 1 കൂട്ടിയാൽ 3. അപ്പൊ ഉത്തരം 37. രണ്ടുപേരും കൂടെ എത്ര മണ്ണപ്പം ഉണ്ടാക്കി? 37. അടുത്തത് കുറുമ്പൻ കുഞ്ഞുണ്ണി. സാവിത്രിക്കുട്ടി ആയിഷയും ഉണ്ടാക്കിയ മണ്ണപ്പത്തിന് മുകളിലൂടെ കുറുമ്പൻ കുഞ്ഞുണ്ണി ഓടി. അപ്പോൾ 7 മണ്ണപ്പം പൊടിഞ്ഞുപോയി. അവർക്ക് സങ്കടമായി. ഇനി എത്ര മണ്ണപ്പം ബാക്കിയുണ്ട്? അപ്പൊ അവരാകെ 37 മണ്ണപ്പം ഉണ്ടാക്കി. അതിന് മുകളിൽ കൂടെ ആര് പോയി? കുറുമ്പൻ കുഞ്ഞുണ്ണി ഓടിപ്പോയി. അങ്ങനെ 7 മണ്ണപ്പം പൊടിഞ്ഞു പോയി. 7 മണ്ണപ്പം പൊടിഞ്ഞു പോയി. അവർക്ക് വളരെയധികം സങ്കടമായി. ബാക്കി എത്ര എണ്ണം ഉണ്ട്? അപ്പൊ ബാക്കി കാണാൻ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? നമ്മള് മൈനസ് ചെയ്യണം, കുറയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ബാക്കി എന്ന് കണ്ടാൽ അവിടെ എന്താ ചെയ്യേണ്ടത്? കുറയ്ക്കണം, മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഏതൊക്കെ തമ്മിൽ? നമുക്ക് 37 മണ്ണപ്പം ഉണ്ട്. 37ന്ന് 7 കുറച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താ? 7ന്ന് 7 കുറച്ചാൽ ഉത്തരം 0 0. 3ന്റെ അടിയിൽ സംഖ്യ ഒന്നുമില്ല. അപ്പൊ 3നെ ഇറക്കി താഴെ എഴുതുന്നു. ഉത്തരം എന്ത് കിട്ടി? 30. ബാക്കി എത്ര മണ്ണപ്പം ഉണ്ട്? 30. അടുത്തത് വേലുച്ചേട്ടന്റെ വീട്. വേലുച്ചേട്ടന്റെ വീട് ഉണ്ടാക്കാൻ കല്ലുകൾ അടുക്കി വെച്ച് നോക്കൂ. ഓരോന്നിലും എത്ര കല്ലുകളുണ്ട്? ആകെ എത്ര കല്ലുകളുണ്ട്? ഇവിടെ മൊത്തം ഓരോന്നിലും എത്ര കല്ലുകൾ ഉണ്ടെന്ന് ആദ്യം എണ്ണിയിട്ട് എഴുതണം. ഇവിടെ ഒരു വരിയിൽ 5 എണ്ണമാണ് ഉള്ളത്. ഇവിടെ 5 5 എല്ലാത്തിലും 5 വരി, മേലെ മാത്രം 3 എണ്ണം അല്ലെ. അപ്പൊ എണ്ണി നോക്കി ഉത്തരം എഴുതുക. ഇവിടെ 23 എണ്ണം ഉണ്ട്. ഇവിടെ 23 എണ്ണവും ഇവിടെ എത്ര ഉണ്ട്? 36 എണ്ണം ഉണ്ട്. അപ്പൊ ആകെ കല്ലുകൾ എന്ന് പറഞ്ഞാൽ ആകെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടും കൂടെ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. അത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 36 23 കൂടെ കൂട്ടുമ്പോൾ ഉത്തരം എന്താ കിട്ടുന്നത്? 59. അടുത്തത് 1 മുതൽ 99 വരെ. 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ എഴുതിയാൽ ഒന്നിന്റെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകൾ ഏതൊക്കെ? ഒന്നിന്റെ സ്ഥാനം എന്ന് വെച്ചാൽ രണ്ടക്ക സംഖ്യകൾ ഉണ്ടെങ്കിൽ രണ്ടക്ക സംഖ്യകളിൽ നമ്മൾ ആദ്യം ഉള്ളത് 10ന്റെ സ്ഥാനമാണ്. രണ്ടാമത്തതാണ് ഒന്നിന്റെ സ്ഥാനം. ഈ ഒന്നിന്റെ സ്ഥാനത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒന്നിന്റെ സ്ഥാനത്ത് 5 വരുന്ന സംഖ്യകളാണ് എഴുതേണ്ടത്. 5 15 25. അടുത്തെന്തായിരിക്കും? 35 45 55 65 75 85 അങ്ങനെ 95 വരെ പോകും അല്ലെ. അങ്ങനെ അടുത്തത് 95 വരെ നമ്മൾ എഴുതും. എത്ര സംഖ്യകളുണ്ട്? അങ്ങനെ എത്ര സംഖ്യകളാണ് ഉള്ളത്? 10 സംഖ്യകൾ നിങ്ങൾക്ക് കിട്ടിക്കാണും അല്ലേ. അടുത്തത് വിട്ടുപോയ സംഖ്യകൾ കളങ്ങളിൽ എഴുതൂ. വിട്ടുപോയ സംഖ്യകൾ എന്ത് ചെയ്യാനാ പറയുന്നത്? കളങ്ങളിൽ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അതുപോലെ ഒന്നിന്റെ സ്ഥാനത്ത് 1 വരുന്ന സംഖ്യകൾ എന്ന് വെച്ചാൽ ഈ 2 അക്ക സംഖ്യകളിൽ ഇതാണ് ഒന്നിന്റെ സ്ഥാനം. ഇവിടെ 1 വരുന്ന സംഖ്യകളാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് 2 വരുന്ന സംഖ്യകൾ, 3 വരുന്നത്, ഒന്നിന്റെ സ്ഥാനത്ത് 3 വരുന്നത്, 4 വരുന്നത്, 8 വരുന്നതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒന്നിന്റെ സ്ഥാനത്ത് 1 വരുന്ന സംഖ്യകൾ എത്രയാണ്? എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. അപ്പൊ ഒന്നിന്റെ സ്ഥാനത്ത് 1 വരുന്ന സംഖ്യകൾ 10 ആണ്. അതേപോലെ തന്നെ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നിന്റെ സ്ഥാനത്ത് 2 വരുന്ന സംഖ്യകൾ പറഞ്ഞ് എണ്ണി നോക്കിയാൽ 10 കിട്ടും. 3 വരുന്ന സംഖ്യകളും 10 ആയിരിക്കും. 4 വരുന്ന സംഖ്യകളും 10. ഇപ്പൊ 5 വരുന്നത്, 6 വരുന്നത്, 7 വരുന്നത്, എത്ര എണ്ണി നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുക? 10 സംഖ്യകൾ തന്നെയാണ് കിട്ടുക. ഒന്നിന്റെ സ്ഥാനത്ത് 8 വരുന്ന സംഖ്യകൾ എത്രയാ? 10 തന്നെയാണ് അല്ലെ.
എത്ര തവണ 1 മുതൽ 99 വരെ എഴുതുമ്പോൾ 7 എന്ന അക്കം വരുന്ന ഏതൊക്കെ സംഖ്യകളുണ്ട്? 1 മുതൽ 99 വരെ എഴുതുമ്പോൾ 7 എന്ന അക്കം വരുന്ന ഏതൊക്കെ സംഖ്യകളുണ്ട് എന്നാണ് ചോദ്യം ട്ടോ. അപ്പൊ 7, 17, 27, 37, 47, 57, 70, 71 ഇങ്ങനെ 7 സംഖ്യ വരുന്ന നമ്പേഴ്സ് എല്ലാം നമ്മൾ ഇവിടെ എഴുതുക. അവയിൽ 10ന്റെ സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകൾ. അപ്പൊ നമുക്ക് നോക്ക്, രണ്ടക്ക സംഖ്യകൾ ഉണ്ടെങ്കിൽ ഇപ്പൊ 10ന്റെ സ്ഥാനം പറയുമ്പോൾ ഇവിടെ ഒരക്ക സംഖ്യ പറയുമ്പോൾ 1, 2, 3 ഇതൊക്കെ ഒരക്ക സംഖ്യയാണ് അല്ലെ. അപ്പൊ ഒരക്ക സംഖ്യയില് നമുക്ക് വേഗം മനസ്സിലാവും 7 വരുന്ന സംഖ്യ പറഞ്ഞാൽ ഇത് 7 എന്ന് പറയുന്നത് ഒരക്ക സംഖ്യയാണ്. അവിടെ 1 മാത്രമേ ഉള്ളൂ. പക്ഷെ 10ന്റെ സ്ഥാനം വരിക പറഞ്ഞാൽ രണ്ടക്ക സംഖ്യകളിൽ നമ്മൾ 10 വരും. അപ്പൊ ഇത് നോക്കിക്കേ, 71. അപ്പൊ ഇതില് ആദ്യം വരുന്ന സംഖ്യ ഇതാണ് 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യ. രണ്ടാമത് അവസാനം വരുന്ന സംഖ്യ എന്ന് പറയുന്നത് 1ന്റെ സ്ഥാനത്തുള്ള സംഖ്യ. ഇതാണ് സ്ഥാനവില എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 10ന്റെ സ്ഥാനത്ത് 7 വരും. നമ്മൾ എഴുതിയതിൽ 10ന്റെ സ്ഥാനം പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇപ്പൊ രണ്ടക്ക സംഖ്യകളിൽ ഫസ്റ്റ് വരുന്നത് 10ന്റെ സ്ഥാനമായിരിക്കും. അപ്പൊ 10ന്റെ സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അതാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, 70, 71, 72, 71 ഇതിനെല്ലാം ഫസ്റ്റിൽ 7 വരുന്നത്, അതാണ് എഴുതേണ്ടത്. അത് 1ന്റെ സ്ഥാനത്ത് 7 എന്ന് പറയുമ്പോൾ അവസാനം രണ്ടക്ക സംഖ്യകളിലെ അവസാനം വരുന്നതാണ് 1ന്റെ സ്ഥാനം. ആ 1ന്റെ സ്ഥാനത്ത് 7 വരുന്ന സംഖ്യകളാണ് ഇവിടെ എഴുതേണ്ടത്. 7, 17, 27, 37 ഒക്കെയാണ് വരിക. 10ന്റെയും 1ന്റെയും സ്ഥാനത്ത് 7 വരുന്ന സംഖ്യ ഏത്? അതായത് രണ്ടും 10ന്റെ സ്ഥാനത്തും 7 ആയിരിക്കും, 1ന്റെ സ്ഥാനത്തും എന്തായിരിക്കും? 1ന്റെ സ്ഥാനത്തും 7 വരുന്നത്. രണ്ടും 7 ആണ്. അപ്പൊ 77. അടുത്തത്, അപ്പൊ നമ്മൾ പല രീതിയിൽ സംഖ്യകൾ എഴുതാൻ പഠിച്ചു. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അബാക്കസ് ആണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. അബാക്കസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് അബാക്കസ് എന്ന് പറയുന്നത്. ടീച്ചർ പറയുന്ന സംഖ്യ നിങ്ങൾ അബാക്കസിൽ ക്രമീകരിക്കും. ഇപ്പൊ എങ്ങനെയാണ് അബാക്കസ് ചെയ്യാന്നൊക്കെ നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ അബാക്കസ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. അബാക്കസിലെ സംഖ്യകളിൽ ചിലത് എഴുതിയിട്ടുണ്ട്, ബാക്കിയുള്ളവ എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് അബാക്കസ് ഉണ്ടാവുക. അപ്പൊ ഇതുപോലെ ഇപ്പോൾ നമ്മൾ രണ്ടക്ക സംഖ്യകളാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ 10, 1 മാത്രമേ ഉള്ളത് കേട്ടോ. അതല്ല നമ്മൾ 3 അക്ക സംഖ്യകളൊക്കെ ആണെങ്കിൽ അത് തുടർന്ന് വേറെ ഇതുപോലെ ഇങ്ങനെ എന്തുണ്ടാവും, വരകൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ രണ്ടക്ക സംഖ്യകൾ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ 2 വര മാത്രം ഉള്ളത്. ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കൂ, 2 എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റക്ക സംഖ്യയാണ് അല്ലെ. അപ്പൊ ഒറ്റക്ക സംഖ്യകളൊക്കെ ആണെങ്കിൽ ഒന്നിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. ഇവിടെ 2 ആണ്, ഇവിടെ 2 വരച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ 10ന്റെ സ്ഥാനത്ത് ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഒറ്റക്ക സംഖ്യയാണ് എഴുതാൻ പോകുന്നത്, അതായത് ഒരക്ക സംഖ്യയാണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, എത്ര 1 ഉണ്ട് എന്ന് എഴുതുക. അത് എവിടെയും എത്ര 1 ഉണ്ട്, 9 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ 1, 2, 3, 4, 5, 6 ഒന്നാണല്ലോ. അപ്പൊ ഇവിടെ 6 എന്ന് എഴുതി. അടുത്ത് ഇവിടെ എത്ര ഉണ്ട്, 9 എണ്ണം ഉണ്ട് അല്ലെ. എണ്ണി നോക്കുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടും. അടുത്തത് ഇവിടെ നോക്കൂ, ഇവിടെ 10 എന്നുള്ളത് ഇവിടെ രണ്ടക്ക സംഖ്യ ആവുമ്പോൾ 10ന്റെ ഈ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാൻ, വരയ്ക്കണം. ഇവിടെ നോക്കൂ, 10 എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്ഥാനവില നമ്മൾ പറഞ്ഞു 10ന്റെ സ്ഥാനവിലയാണ്. 10ന്റെ സ്ഥാനവിലയിൽ എത്രയാണ് ഇവിടെ സംഖ്യ, 1. അപ്പൊ ഇവിടെ ഈ 10ന്റെ അവിടെ 1 വരയ്ക്കണം. 1ന്റെ അവിടെ അടുത്തതാണ് 1ന്റെ സ്ഥാനവില. 1ന്റെ അവിടെ എന്തെങ്കിലും നമ്പർ ഉണ്ടോ, ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യരുത്, ഒന്നും വരയ്ക്കരുത്, 0 ആണ്. അപ്പൊ ഒന്നും വരയ്ക്കരുത്. അടുത്ത ഇവിടെ വരച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് എഴുതുകയാണ്. ഇവിടെ 10ന്റെ അവിടെ 1, 1ന്റെ അവിടെ എന്താ 3. അപ്പൊ ഉത്തരം എന്താ വരിക, 13. അടുത്ത ഇവിടെ 19, അതായത് 10ന്റെ സ്ഥാനത്ത് 1 വരയ്ക്കുക, 1ന്റെ അവിടെ 9 എണ്ണം വരയ്ക്കുക. അടുത്തത് 20 ആണ് പറയുന്നത്. എന്ന് വെച്ചാൽ 10ന്റെ അവിടെ 2 എണ്ണം വരച്ചു, 1ന്റെ അവിടെ ഒന്നും വരയ്ക്കേണ്ട. അടുത്തത് 10ന്റെ അവിടെ 2ഉം 1ന്റെ അവിടെ എത്രയാ, 4. അപ്പൊ സംഖ്യ 24. അടുത്തത് 10ന്റെ അവിടെ 2 എണ്ണം ഉണ്ട്, 10ന്റെ അവിടെ 2ഉം 1ന്റെ അവിടെ 9. അപ്പൊ ഉത്തരം എന്താ, 29. ഇങ്ങനെയാണ് അബാക്കസ് വരച്ച് സംഖ്യ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. പറയാം, അബാക്കസിൽ 1ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ഇട്ടാൽ സംഖ്യക്ക് എന്ത് മാറ്റം വരും? 10ന്റെ സ്ഥാനം, അപ്പൊ ഇവിടെ എന്താ, ഒരു അബാക്കസ് തന്നിട്ടില്ലേ, 10ന്റെ അവിടെ എന്താ ഉള്ള 3 എണ്ണം ഉണ്ട്, 1ന്റെ അവിടെ 4 എണ്ണമാണ്. അപ്പൊ ഇവിടെ സംഖ്യ 34 ആണ്. ഇവിടെ എന്ത് ചെയ്യാനാ പറയുന്നത്, അതായത് 1ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ഇടാനാണ് പറയുന്നത്. ഒരു മുത്ത് കൂടി ഇട്ടാൽ ഉത്തരം എന്താ, അതായത് ഇവിടെ നമ്മൾ ഒരു മുത്ത് കൂടി, 1ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി, ഇവിടെ ഒരു മുത്തും കൂടി ഇട്ടു. അപ്പൊ ഇവിടെ എന്താ ഉത്തരം വരിക, ഇവിടെ 3ഉം ഇവിടെ 5ഉം. അപ്പൊ ഉത്തരം 35. 10ന്റെ സ്ഥാനത്ത് ഒരു മുത്ത് കൂടി ഇട്ടാലോ, ഇനി 10ന്റെ സ്ഥാനത്ത് ഇവിടെ നമ്മൾ ഒരു മുത്തും കൂടി ഇട്ടു. അപ്പൊ എന്താ ഉത്തരം വരിക, ഇവിടെ 4, ഇവിടെ 5. അപ്പൊ ഉത്തരം എന്ത് വരും, 45. അബാക്കസ് ഉണ്ടാക്കാം. ഇനി അബാക്കസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നാണ് പറയാ. നിങ്ങൾക്ക് ടീച്ചർ പറഞ്ഞുതരും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. ചുവടെയുള്ള അബാക്കസിലെ സംഖ്യ ഏത്, ഈ അബാക്കസിലെ സംഖ്യ ഏതാണെന്നാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇങ്ങനെ സംഖ്യ എഴുതുന്നൊക്കെ മനസ്സിലായില്ലേ. ഉത്തരം എന്താ ഇവിടെ വരിക, 39. അതിന്റെ തൊട്ടടുത്തുള്ള സംഖ്യ എഴുതൂ, ഈ അബാക്കസിൽ കാണിക്കൂ. അതായത് 39ന് തൊട്ടടുത്തുള്ള സംഖ്യ ഏതാ, 39ന് തൊട്ടടുത്തുള്ള സംഖ്യ. 40 എഴുതിയാലും ശരിയാണ്, 38 ആണ് എഴുതുന്നതെങ്കിലും ശരിയാണ് കേട്ടോ. 40 അല്ലെങ്കിൽ 38 ഏത് എഴുതിയാലും പറയാം. 39ന്റെ അടുത്തുള്ള സംഖ്യ പറയുമ്പോൾ അതിന്റെ തൊട്ട് മുന്നിലോ തൊട്ട് ഫ്രണ്ടിലോ ഉള്ള സംഖ്യ ഏത് എഴുതിയാലും കറക്റ്റ് ആണ്. ഇവിടെ 40 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 40 ഈ അബാക്കസിൽ വരയ്ക്കുക. ആദ്യം 10ന്റെ അവിടെ 4 വരച്ചു, 1ന്റെ അവിടെ ഒന്നുമില്ല അല്ലെ. അടുത്തത് മുത്ത് വരയ്ക്കാം. 10ന്റെ സ്ഥാനത്ത് 2ഉം 1ന്റെ സ്ഥാനത്ത് 6 മുത്തും വരയ്ക്കും. ഈ അബാക്കസിലാണ് വരയ്ക്കേണ്ടത്. 10ന്റെ സ്ഥാനത്ത് 2 മുത്തും 1ന്റെ സ്ഥാനത്ത് 6 മുത്തും വരച്ചു.
6 മുത്തും വരയ്ക്കുക. ഇപ്പോൾ സംഖ്യ എത്ര? അതായത് ഈ സംഖ്യ എത്രയാണ്? 26. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം അബാക്കസിൽ കാണിക്കൂ. കുട്ടികളുടെ എണ്ണം എഴുതൂ. ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് അതാണ് അബാക്കസിൽ വരയ്ക്കാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ 42 കൊടുത്തിരിക്കുന്നതെങ്കിൽ അബാക്കസിൽ എന്ത് ചെയ്യണം? 10ന്റെ സ്ഥാനത്ത് 4 വരയ്ക്കുക. അതുപോലെ 1ന്റെ സ്ഥാനത്ത് 2 വരയ്ക്കുക. തുക കാണാം. വിട്ടുപോയ കളങ്ങളിൽ സംഖ്യ എഴുതൂ. തുക അബാക്കസിൽ കാണിക്കൂ. ഇവിടെ 12 12 ഇവിടെ അബാക്കസ് വരച്ചിട്ടുണ്ട്. ഇവിടെ 13 അതിന്റെ അബാക്കസും വരച്ചു. 12ഉം 13 കൂട്ടിയാൽ 25 അല്ലേ? അതായത് 10ൽ എത്ര ഉണ്ട്? 1, ഇവിടെ 1. അപ്പൊ രണ്ടെണ്ണം വരച്ചു. അതുപോലെ ഇവിടെ 1ന്റെ സ്ഥാനത്ത് 2 ഉണ്ട്, അത് വരച്ചു. ഇവിടെ 3 അതും വരച്ചു. അപ്പൊ ഉത്തരം എന്താ? 25. അതുപോലെ ഇവിടെയുള്ള സംഖ്യകൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ നോക്കി അബാക്കസ് നോക്കി സംഖ്യ പറഞ്ഞേ. 10ന്റെ അവിടെ 3ഉം 1ന്റെ അവിടെ 1. അപ്പൊ ഉത്തരം എന്താ? 31. അടുത്തത് 23. 31ഉം 23ഉം കൂടെ കൂട്ടിയാൽ ഉത്തരം 54. അപ്പൊ അതിന്റെ അബാക്കസും കൂടെ വരയ്ക്കുക. അടുത്തത് 30. ഇവിടെ 3 ഉണ്ട്, ഇവിടെ ഒന്നുമില്ല. അപ്പൊ 30 ഉത്തരം. ഇവിടെ 10ന്റെ ഇവിടെ ഒന്നുമില്ല, ഇവിടെ 8 മാത്രം അല്ലേ? അപ്പൊ ഇവിടെ 8 എഴുതുക. 30ഉം 8ഉം കൂടെ കൂട്ടിയ ഉത്തരം എന്താ? 38. ക്ലാസ്സിൽ അബാക്കസ് ഉപയോഗിച്ച് സംഖ്യകളുടെ തുക കാണുമല്ലോ. കൂട്ടുവരുമ്പോൾ ഒരു മത്സരമായാലോ. അപ്പൊ ഇതുപോലെ അബാക്കസ് വരച്ചു നോക്കുക. അടുത്തത് അപ്പൊ നമ്മുടെ പ്രവർത്തനം നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ഭാഗത്തിൽ എത്തിയിരിക്കുകയാണ്. ചെയ്തു നോക്കാം എന്നുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഗോലികൾ എത്ര? അശ്വിന്റെ കയ്യിൽ 23 നീല ഗോലികളും 16 വെള്ള ഗോലികളും ഉണ്ട്. ആകെ എത്ര ഗോലികൾ പറഞ്ഞിരുന്നു? ആകെ കാണുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടി നോക്കണം അല്ലെ? സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കണം. അപ്പൊ ഈ നീല ഗോലികൾ എത്രയാ? നീല ഗോലികൾ 23 ഉണ്ട്. 16 വെള്ള ഗോലികൾ. അപ്പൊ നീല ഗോലികൾ 23, വെള്ള ഗോലികൾ 16, ആകെ ഗോലികൾ 23ഉം 16ഉം കൂടെ കൂട്ടിയ ഉത്തരം എന്താ? 39. എങ്ങനെയാണ് കൂട്ടുക എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 23ഉം 16 കൂടെ കൂട്ടി 3ഉം 6ഉം കൂട്ടുക 9, 2ഉം 1ഉം കൂട്ടിയാൽ 3. അടുത്തത് വിപിന്റെ കൈവശം നീലഗോലികളും വെള്ളഗോലികളും കൂടി 48 ഉണ്ട്. എങ്കിൽ നീലഗോലികളും വെള്ളഗോലിയും എത്ര എണ്ണം വീതം ഉണ്ടാകാം? അതായത് നമ്മുടെ വിപിന്റെ കയ്യില് നീലഗോലിയും ഉണ്ട് വെള്ളഗോലിയും ഉണ്ട്. രണ്ടും കൂടി 48 ഉണ്ട്. എങ്കിൽ എത്രയൊക്കെ നീലഗോലികൾ ഉണ്ടാവും, എത്രയൊക്കെ വെള്ളഗോലികളാണ് ഉണ്ടാവുക? എങ്ങനെയൊക്കെ അത് നമുക്ക് എഴുതാൻ പറ്റും? ഏതൊക്കെ സംഖ്യകൾ ചേരുമ്പോഴാണ് 48 കിട്ടുക എന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, വെള്ളയുണ്ട്, അതുപോലെ ഇവിടെ നീലയും ഉണ്ട്. വെള്ളയും നീലയും. 40ഉം 8ഉം 48, 18ഉം 30ഉം എന്താ? 48 20ഉം 28ഉം 48 38ഉം 10ഉം 48. അപ്പൊ എങ്ങനെയൊക്കെ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 48 കിട്ടുക? അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. അടുത്തത് ഏതൊക്കെ രണ്ട് സംഖ്യകൾ ചേർന്നാൽ 38 ആകും? വരച്ചു യോജിപ്പിക്കൂ. ഇവിടെ കുറച്ച് സംഖ്യകൾ പ്ലസ് ചെയ്യാൻ തന്നിട്ടുണ്ട്, കൂട്ടി നോക്കാൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് ഉത്തരം 38 കിട്ടുക? അതാണ് വരച്ചു യോജിപ്പിക്കേണ്ടത്. 10ഉം 28ഉം കൂട്ടിൽ 38. പിന്നെ ഏതൊക്കെ തമ്മിലാണ് കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 15ഉം 23ഉം കൂട്ടി നോക്കുമ്പോൾ 38 കിട്ടും. പിന്നെ 16ഉം 22ഉം, അടുത്തത് 20ഉം 18ഉം കൂട്ടുമ്പോഴും 21ഉം 17 കൂട്ടുമ്പോഴും ഉത്തരം എന്താണ്? 38. അടുത്തത് ആർക്കാണ് കൂടുതൽ? റഫീഖും ജോബിനും ഓരോ പുസ്തകം വാങ്ങി. റഫീഖ് 3 10 രൂപ നോട്ടുകളും 4 1 രൂപ നാണയങ്ങളും നൽകി. ജോബിൻ 3 10 രൂപ നോട്ടുകളും 12 1 രൂപ നാണയങ്ങളും നൽകി. ആരാണ് കൂടുതൽ തുക നൽകിയത്? ഇതിൽ ആരാ കൂടുതൽ തുക നൽകിയത്? റഫീഖ് 3 10 രൂപ നോട്ടുകളും 4 1 രൂപ നോട്ടുകളാണ് നൽകിയത്. എന്ന് വെച്ചാൽ എത്രയാ? റഫീഖ് കൊടുത്തത് 34 രൂപ കൊടുത്തു. ജോബിൻ കൊടുത്തത് 3 10 രൂപ നോട്ടുകളും 12 1 രൂപ നാണയങ്ങളും. അപ്പൊ നോക്കിക്കേ, 12 സംഖ്യയിൽ 10 ഇല്ലേ? ഇവിടെ ഒരു 10 ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ 3 10ഉം ഇവിടെ ഒരു 10, അപ്പൊ 4 10ഉം പിന്നെ 2 രൂപ, അപ്പൊ 42 രൂപ. ആരാ കൂടുതൽ തുക നൽകിയത്? ആരാണ്? റഫീഖാണോ ജോബിനാണോ? ഏറ്റവും വലിയ സംഖ്യ ആരുടെയാ? ജോബിന്റെ. ജോബിനാണ് ഏറ്റവും കൂടുതൽ തുക നൽകിയത്. നൽകിയ തുക എത്രയാണ്? 42. അടുത്തത് പാറ്റേൺ പൂർത്തിയാക്കാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ എങ്ങനെ പാറ്റേൺ പൂർത്തിയാക്കാൻ പറയുന്നത്? 12 22 32, അടുത്ത എന്തായിരിക്കും? 42 52. എല്ലാം 10 കൂട്ടുകയാണ് അല്ലെ? 10 കൂട്ടി എഴുതുകയാണ്. അടുത്തത് 25 30 35. എല്ലാത്തിലും 5 ഇവിടെ കൂട്ടേണ്ടത്. 5 കൂട്ടി എഴുതുമ്പോൾ എന്ത് കിട്ടും? 5 ഇവിടെ കൂട്ടി എഴുതേണ്ടത്. അതായത് ഇതിലെല്ലാത്തിലുമേ 10, നമ്മൾ 10 വെച്ചിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. എല്ലാത്തിലും 10 കൂട്ടി എഴുതുന്നു. ഇവിടെ ആണെങ്കിലോ 25 30 35, എല്ലാത്തിലും എന്താ കൂട്ടുന്നത്? പ്ലസ് 5 കൂട്ടേണ്ടത്. 5 കൂട്ടുക. 35. അടുത്തത് ഇവിടെ 4 8 12 16, എല്ലാത്തിലുമേ 4 വെച്ച് കൂട്ടി എഴുതുക. 4 വെച്ചിട്ടാണ് ഇവിടെ എല്ലാം കൂട്ടി എഴുതുന്നത്. അടുത്തത് 16 18 16 14. ഇവിടെ കൂടി വരുവാണോ കുറഞ്ഞാണ് വരുന്നത്? കുറഞ്ഞാ വരുന്നത് അല്ലെ? അപ്പൊ എല്ലാം മൈനസ് ആണ് ചെയ്യുന്നത്. 2 വെച്ചിട്ട് മൈനസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ 11 22 33. അപ്പൊ ഇവിടെയും എന്താ? കൂടി വരികയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇവിടെ എത്ര കൂടുന്നത്? ഇവിടെ പ്ലസ് ചെയ്യുന്നത് എത്ര വെച്ചാ പ്ലസ് ചെയ്യുന്നത്? 11 വെച്ച് പ്ലസ് ചെയ്യുന്നുണ്ട് അല്ലെ? 11 വെച്ചിട്ടാണ് എല്ലാം പ്ലസ് ചെയ്യുന്നത്. ഇവിടെ നോക്കി 25 30 35. അപ്പൊ അടുത്ത സംഖ്യ എത്രയായിരിക്കും? 40 45. 5 കൂട്ടുമ്പോൾ അല്ലെ? അടുത്ത 4 8 12 16. അടുത്ത 4 പ്ലസ് ചെയ്യുമ്പോൾ 20 24. അടുത്തത് 2 കുറച്ചാണ് എഴുതുന്നത്. 18 16 14. അടുത്തത് 12 10. പിന്നെ 11 22 33 44 55.
അടുത്തത് അബാക്കസിലെ സംഖ്യ. ഓരോ അബാക്കസിലും സംഖ്യ ചുവടെ കളത്തിൽ എഴുതൂ. ഇവിടെ അബാക്കസിൽ ചിത്രമുണ്ട്, സംഖ്യയാണ് എഴുതേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, ഇതുപോലെ സംഖ്യ എഴുതുക. അടുത്തത് കളത്തിലെ സംഖ്യ അബാക്കസിൽ കാണിക്കും. ഇവിടെ കളത്തിലെ സംഖ്യ എഴുതിയിട്ടുണ്ട്, അതെന്ത് ചെയ്യണം, അബാക്കസിൽ വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം. അപ്പൊ എല്ലാ കൂട്ടർക്കും മനസ്സിലായില്ലേ എങ്ങനെയാണ് അബാക്കസ് വരയ്ക്കുക, അബാക്കസിലെ സംഖ്യ എഴുതുന്നതും അതുപോലെ പല രൂപങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. സംഖ്യ പാറ്റേൺ എഴുതുന്നതും ചിത്രം വരച്ച് പാറ്റേൺ എഴുതുന്നതെല്ലാം പഠിച്ചില്ലേ. അതുപോലെ ക്ലാസ് കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്